ഹലോ, അപ്പോൾ ഇന്നാണ് നമ്മളെ കല്യാണം കേട്ടോ. ഉച്ചക്കത്തെ ഫംഗ്ഷൻ വരുന്നത് നമ്മളെ പെണ്ണിൻ്റെ സൈഡിൽ നിന്നാണ്. ഫംഗ്ഷൻ നടക്കുന്നത് നമ്മളെ കോട്ടക്കിലുള്ള ഇല്ലിക്കൽ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. കോട്ടക്കലായതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കൊള്ളാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു 12:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയത് കറക്റ്റ് ടൈമിൽ തന്നെയായിരുന്നു. എല്ലായിടത്തും പോലെ തന്നെ വെൽക്കം ഡ്രിങ്കിൽ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും എത്തിയെങ്കിലും നമ്മുടെ കഥാനായകൻ എത്തിയിട്ടില്ല, നമ്മളെ കല്യാണ ചെക്കൻ. അത് വേറൊന്നുമല്ല, നമ്മൾ കോട്ടക്കലുള്ള ട്രാഫിക്ക് പറയേണ്ടതില്ലല്ലോ. ഏതായാലും കുറച്ച് സമയം അവനെ വെയിറ്റ് ചെയ്തെങ്കിലും എത്താൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോളിലേക്ക് കയറി. പിന്നെ കുട്ടികളെ ഓരോ സ്ഥലത്ത് അടക്കിയിരുത്താനുള്ള തത്രപ്പാടിലായിരുന്നു. ഫോൺ കൊടുത്തിട്ടും കാർട്ടൂൺ ഇട്ടെടുത്തിട്ടും അതൊരു ടാസ്ക്കാണല്ലേ. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനായിട്ട് അവരെ ഒന്ന് വിളിച്ചു കേട്ടോ. നല്ല മന്തിയും ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി കണ്ടാൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ടല്ലോ. ഫുഡ് കഴിക്കണതിൻ്റെ ഇടയിൽ നമ്മളെ പാത്തു എണീച്ച് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഫുഡ് നമുക്ക് ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ല. ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോൾ കുട്ടികളുടെ നല്ല ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഇടയിൽ ഇവർ രണ്ടാളും കൂടെ ഉമ്മാൻ്റെ ഫോൺ ഓണാക്കി പോകുന്നുണ്ട്. നമ്മുടെ സ്റ്റേജ് ഡെക്കറേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. സ്റ്റേജിൻ്റെ ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് വീഡിയോ എടുക്കുമ്പോൾ എന്നാൽ അമ്മ എന്നെയും കൂടെ എടുത്തുവെന്ന് പറഞ്ഞിട്ട് അവൾ അതിൻ്റെ മുകളിലിരിക്കുന്നത്. പിന്നെ കുറച്ച് നേരം സ്റ്റേജ് അവളുടെ സ്വന്തമായിരുന്നു കേട്ടോ. എന്നാൽ പിന്നെ കുറച്ച് നേരം അവളുടെ സ്റ്റേജ് ഷോയും കണ്ടിരിക്കാൻ എത്തി. കുറച്ച് കഴിഞ്ഞ് അവളുടെ പോക്ക് അത്ര ശരിയില്ലാന്ന് എത്തി അവളെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മളെ മണവാളൻ ചെക്കൻ്റെ എൻട്രി ആയിരുന്നു. ഇവിടുത്തെ ഗ്രൂം സ്ക്വാഡ് ബ്ലാക്ക് തീമിലാണ്. അങ്ങനെ നമ്മൾ മണവാളനും ടീമും സ്റ്റേജ് കൈയടക്കിയിട്ടുണ്ട്. അതിനിടയ്ക്ക് പാത്തുന് കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഒതുങ്ങിയിരിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തതാട്ടോ. ഇതിനിടയിൽ നമ്മളെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ പാത്തു മിസ്സായിട്ടോ. ഒരു 10-20 മിനിറ്റ് അവൾ എന്നെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി തിരയാൻ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നുമില്ല. ഏതായാലും ഇവിടുന്നൊക്കെ അന്യൂസ് പിടിച്ചോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെ സെക്കൻഡ് ഗ്രൂമിൻ്റെ എൻട്രി ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോഴേക്കും നമ്മൾ ബ്രൈഡ്സിൻ്റെ എൻട്രി ആയിട്ടോ. ട്വിൻ സിസ്റ്റേഴ്സിൻ്റെ കല്യാണം ഇവിടെ നടക്കണം കേട്ടോ. അതിലൊരു സിസ്റ്ററാണ് നമ്മളെ കല്യാണ പെണ്ണ്. ഏതായാലും ഇപ്പോൾ രണ്ടുപേരെയും രണ്ടാളെ കൈയും പിടിച്ചു കൊടുത്തു കേട്ടോ. ഇതോടുകൂടി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കലായിട്ടോ. അങ്ങനെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. പാർക്കിങ്ങിൽ അത്യാവശ്യം റഷ് ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് നേരം കട്ട പോസ്റ്റ് ആയിരുന്നു. അപ്പോഴേക്കും നമ്മളെല്ലാം വണ്ടി എടുത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായി കയറി നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5 മണിക്കാണ് നമ്മൾ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കുട്ടികളുടെ ഫുഡും ഉറക്കൊന്നും ശരിയാവാത്തതുകൊണ്ട് അതൊന്ന് റെഡിയാക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ.